ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോവെജു. ഞാൻ രഘുനന്ദനൻ എം പി. കേരള PSC വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിട്ടുകൾ. മൗലികാവകാശവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നമ്മൾ മൗലികാവകാശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. 6 മൗലികാവകാശങ്ങളുണ്ട് അല്ലേ? അതിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം അല്ലേ? സമത്വം, സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കായിട്ടുള്ള വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ അവകാശം. ഈ അവകാശങ്ങൾ ഏതെല്ലാം ഒന്നും തന്നെ നമുക്ക് നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അപ്പോൾ അങ്ങനെ കോടതിയെ സമീപിക്കാൻ പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 32. ആ 32-ാം വകുപ്പ് പ്രകാരം കോടതികൾക്ക് മൗലികാവകാശം, സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉത്തരവിറക്കാം. അത്തരം ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ PSC ചോദിക്കാറ്. ഓക്കെ, അപ്പം നമുക്ക് ആ ക്ലാസ്സിൽ പ്രവേശിക്കാം. റിട്ടുകളാണ്. അപ്പം ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കീഴ്ക്കോടതിക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. അറിയുണ്ടാവില്ലേ അല്ലേ? അറിയുന്നവരൊന്ന് ആർത്തു വെച്ചോ, തെറ്റാണോ ശരിയാണോ എന്ന്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന ഒരു പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. അപ്പം നോക്കൂ, ഇതൊക്കെ റിട്ടുകളാണ്. ഒരു റിട്ടിൻ്റെ പേരാണ് പ്രൊഹിബിഷൻ, ഒരു റിട്ടിൻ്റെ പേരാണ് ഹേബിയസ് കോർപ്പസ്, ഒരു റിട്ടിൻ്റെ പേരാണ് മാൻഡമസ്. ഇനിയും റിട്ടുകളുണ്ട്, നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് ഏതാണ് ശരി? ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ പ്രൊഹിബിഷൻ എന്ന് മനസ്സിലായി. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ്. മേൽക്കോടതി കീഴ്ക്കോടതിയുടെ മുകളിൽ ചുമത്തുന്ന ഉത്തരവുകളാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിക്ക് കീഴിലായിട്ട് ഹൈക്കോടതികൾ സംസ്ഥാനങ്ങളിലുണ്ട്. ഒരു സംസ്ഥാനത്തിനോ ഒന്നിലധികം സംസ്ഥാനത്തിനോ വേണ്ടിയിട്ട് ഒരു ഹൈക്കോടതി ഉണ്ടാവും. ഹൈക്കോടതികൾക്ക് കീഴേ ജില്ലാ കോടതികളുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു കീഴ്ക്കോടതിയുടെ മുകളിൽ മേൽക്കോടതി ചുമത്തുന്ന ഉത്തരവാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ. ഇതൊക്കെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തിയെ അന്യായമായി തടങ്കലിൽ വെച്ചാൽ അതിനുവേണ്ടി ഹാജരാക്കുവാൻ, ആ വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കടമകൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. അപ്പം 3 മനസ്സിലായല്ലോ? പ്രൊഹിബിഷൻ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്. ഇത് 3 ശരിയാണ്. അപ്പോൾ അത് ഉറപ്പായി, നിങ്ങൾക്ക് ഉറപ്പിച്ചല്ലോ, സെറ്റായല്ലോ. അപ്പോൾ കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ എന്ന് പറയും. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുന്നതിന് വേണ്ടി ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവാണ് മാൻഡമസ്. ഇത് 3 ശരിയാണ്. ഇപ്പം 3 റിട്ടുകൾ നിങ്ങൾ ധാരണ വന്നു. താഴെ തന്നിരിക്കുന്ന ഉത്തരവുകളുമായി എന്ന് പറഞ്ഞാൽ റിട്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ഈ പ്രസ്താവന തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് ഇത്തരം റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അധികാരത്തിൽ എന്നാണ്. മാൻഡമസ് എന്ന് നമുക്ക് അറിയാം. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന ഉത്തരവാണ്. അപ്പോൾ എന്തധികാരത്തിൽ എന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഓർത്തു വയ്ക്കുക, മാൻഡമസ് ശരിയാണ്. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് 256. അപ്പോൾ അവിടെ 256 എന്നുള്ളത് ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് 4ാമത്തെ പ്രസ്താവന ശരിയാണ്. ഇതിൽ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഈ മാൻഡമസും ശരിയല്ല. മാൻഡമസിന്റെ അർത്ഥം നമുക്ക് പഠിക്കാം, എന്തധികാരത്തിൽ എന്നുള്ളതല്ല. അതുകൊണ്ട് ഇതിലെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 4 മാത്രമാണ്. അതുകൊണ്ട് B4 ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ഓക്കെ, അപ്പം നമുക്കത് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷണമാണ്. അതിനുവേണ്ടിയുള്ള ഉത്തരവാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, അതുപോലെ തന്നെ നമ്മൾ പ്രൊഹിബിഷൻ, ഇത്തരം വാക്കുകളൊക്കെ തന്നെ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഓർത്തു വയ്ക്കണം.
റിട്ട് എന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. മൗലികാവകാശങ്ങൾ എന്നുള്ള ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ അവകാശ പട്ടികയിൽ നിന്നാണെങ്കിൽ ഇന്ത്യ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോറോവിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, കടം കൊണ്ട ഭരണഘടനയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഇന്ത്യയുടെ ഭരണഘടനയിൽ നമുക്കറിയാം റിട്ടുകളുണ്ട്. ആ റിട്ടുകൾ എന്നുള്ള ആശയം ആർട്ടിക്കിൾ 32 നിന്നാണ് വരുന്നത്. ആ ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്, ഓർത്തു വയ്ക്കുക. അപ്പൊ റിട്ടുകളുടെ തരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായി ഒരാളെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഒരാളെ തടങ്കലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കോടതിക്ക് മുന്നാകെ ഹാജരാക്കാൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. മെൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ കടമ നിർവഹിക്കാൻ ഉത്തരവിടുന്ന റിട്ടാണ്. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ, അത് നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ, അതിനുവേണ്ടി ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ കടമ നിർവഹിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിടുന്നതാണ് മെൻഡാമസ്. പ്രൊഹിബിഷൻ, ഒരു കീഴ്ക്കോടതി അതിൻ്റെ തടയലല്ലേ, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിയും കടന്ന് ലംഘിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കി 3 കൂടി പഠിക്കാം. കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു പൊതു ഓഫീസ് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന റിട്ടാണ്. പിന്നീട് സെർഷ്യോറി, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ റിട്ടുകളെ കുറിച്ച് നമ്മൾ ഏകദേശ ധാരണ വന്നു. അപ്പോൾ പ്രൊഹിബിഷൻ എന്താണെന്ന് നോക്കാം. വിലക്കുക, ടു ഫോർബിഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. വിലക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിലക്കാണ്, അതായത് അവിടെ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് തടയുന്നത്. അപ്പോൾ ഇവിടെ വിലക്കാണ്, തടയാണ്. അപ്പം പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയൽ തന്നെയാണ്. ടു ഫോർബിഡ്, വിലക്കുക എന്നുള്ള വാക്കിൽ നിന്നാണ്. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം. സെർഷ്യോറി, സെർഷ്യോറി എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക. സെർഷ്യോറി, സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത് അല്ലെങ്കിൽ വിവരം നൽകുക. മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതിയുടെ രേഖകൾ വിട്ടുകിട്ടുന്നതിന് ഉപയോഗിക്കും. കീഴ്ക്കോടതിയിൽ നിന്നൊരു രേഖ മേൽക്കോടതിക്ക് വിലയിരുത്തുന്നതിനായി വിട്ടുകിട്ടും. അതിനെ സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നുള്ള അർത്ഥമുണ്ടായിരുന്നു. ആദ്യം ക്രിമിനൽ കേസുകളിൽ മാത്രമായിരുന്നു ഇത്, ഇപ്പൊ സിവിൽ കേസുകളിലും ഉപയോഗിച്ചു തുടങ്ങി. ഇതും ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരായി പുറപ്പെടുവിക്കാവുന്നതാണ്. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഇപ്പൊ മൻഡാമസ്, സെർഷ്യോറി, പ്രൊഹിബിഷൻ ഇതൊക്കെ എന്താണ്? റിട്ടുകളാണ് എന്ന് പറഞ്ഞു. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിക്ക് 226 ആണ്, 226 ആണ്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം 32-ാം വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. പക്ഷെ ഹൈക്കോടതി അത് 226 ആണ്, 226 ആണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ, വിട്ടല്ല റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം അത് അനുച്ഛേദം 32 ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളാണ് മൗലികാവകാശങ്ങൾ. അതിൽ 32-ാമത്തെ ആർട്ടിക്കിളാണ് ഭരണഘടനാപരമായ പരിഹാരം. അതുപ്രകാരമാണ് സുപ്രീം കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. മൗലികാവകാശ സംരക്ഷണത്തിനായി പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം കണ്ടോ, റിപ്പീറ്റ് ചെയ്യുന്നു, 226 ആണ് ആ ഭരണഘടനാ അനുച്ഛേദം എന്ന് പറയുന്നത്. അപ്പൊ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. എന്താണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും തമ്മിലുള്ള വ്യത്യാസം? അനുച്ഛേദം 32 ആണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമെങ്കിൽ അനുച്ഛേദം 226 ആണ് ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഹൈക്കോടതിക്ക് 32, സുപ്രീം കോടതിക്ക് 32, സുപ്രീം കോടതിക്ക് 32, 226 ഹൈക്കോടതി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, 2 ഉണ്ട്, പിന്നെ 3 2 6. സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നു. ഹൈക്കോടതി മൗലികാവകാശങ്ങൾക്കൊപ്പം നിയമാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും റിട്ട് പുറപ്പെടുവിക്കുന്നു. ഈ അർത്ഥത്തിൽ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയേക്കാൾ വിശാലമാണ്. സുപ്രീം കോടതി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ഹൈക്കോടതി നിയമാവകാശങ്ങൾ സംരക്ഷിക്കാനും
പുറപ്പെടുവിക്കുന്നു. നിരസിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 32 പ്രകാരം പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. നമ്മൾ ആരെങ്കിലും ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു റിട്ടിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് സുപ്രീം കോടതിക്ക് നിരസിക്കാൻ അധികാരമില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് അത് നിരസിക്കാൻ അധികാരമുണ്ട്. അപ്പൊ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം ഒരു റിട്ട് പുറപ്പെടുവിക്കാൻ സമീപിച്ചാൽ അതിന് അധികാരമില്ല, അത് എന്ത് ചെയ്യാൻ, തള്ളാൻ. അതേസമയം ഹൈക്കോടതിക്ക് അതിന് അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം അതിന് ചുമതലയുള്ള സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കോ ഉള്ളിൽ മാത്രമാണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി എഴുതപ്പെട്ടത് മാഗ്ന കാർട്ടയാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. അപ്പൊ ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ് ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. നിയമവിധേയമല്ലാതെ തടവലിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്, 1215-ലാണ്. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ ജോൺ രാജാവ് ഒപ്പുവെച്ച ചരിത്ര പ്രധാനമായ രേഖയാണ്. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു ഈ ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. വിലക്കുക എന്നുള്ളതാണ് പ്രൊഹിബിഷന്റെ അർത്ഥമെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഇപ്പൊ പ്രൊഹിബിഷനോ മാൻഡമസോ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ പറ്റില്ലെങ്കിലും ഹേബിയസ് കോർപ്പസ് ഒരു അന്യായമായി ഒരു വ്യക്തി ഒരാളെ തടങ്കലിൽ വെച്ചാലും ഒരു ഗവൺമെന്റ് തടങ്കലിൽ വെച്ചാലും ഒക്കെ തന്നെ ഹേബിയസ് കോർപ്പസ് നമുക്ക് പുറപ്പെടുവിക്കും ഹൈക്കോടതി. ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. തടവ് നിയമാനുസൃതമാണെങ്കിൽ, നിയമനിർമ്മാണ സഭ കോടതി അലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണെങ്കിൽ, തടങ്കലിൽ വെക്കാൻ അധികാരമുള്ള കോടതിയാണെങ്കിൽ, തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ. എവിടേക്കാണ്? തടവ് നിയമാനുസൃതമാണെങ്കിൽ, നിയമനിർമ്മാണ സഭ കോടതി അലക്ഷ്യം എന്നിവയ്ക്കുള്ള നിയമ നടപടിയാണെങ്കിൽ, തടങ്കലിൽ വെക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ, തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് അത് കോ വാറണ്ടോ ആണ്. കോ വാറണ്ടോ ആണ് ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാതെ ഉദ്യോഗം വെക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് കോ വാറണ്ടോ. അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് അർഹതമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? കോ വാറണ്ടോ ആണ് എന്ത് അധികാരത്താൽ, മാൻഡമസ് അല്ല. കോ വാറണ്ടോ ആണ് എന്ത് അധികാരത്തിലാണ്? അയാൾക്കത് വഹിക്കാൻ അധികാരമില്ല. അപ്പൊ പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും കോ വാറണ്ടോ റിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ്. അത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ ആ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് കോ വാറണ്ടോ ആണ്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ കൽപ്പന എന്നാണ് അർത്ഥം. പ്രൊഹിബിഷൻ തടയുക, വിലക്കുക, അല്ലേ? അതുപോലെ തന്നെ സെർഷിയോറി എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൽപ്പന. എന്ത് അധികാരത്തിൽ എന്നുള്ളതാണ് കോ വാറണ്ടോ. മാൻഡമസ് നാം കൽപ്പിക്കുന്നു, നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസിന്റെ അർത്ഥം. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിപ്പോർട്ടാണ്. നമ്മൾ മനസ്സിലാക്കുക, മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥന്റെ മുകളിൽ അയാളുടെ കടമ നിറവേറ്റാൻ വേണ്ടി ഹൈക്കോടതി ചുമത്തുന്ന ഉത്തരവാണ്. എന്നാൽ കോ വാറണ്ടോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന് ആ അധികാരത്തിൽ തുടരാൻ അധികാരമില്ല. എന്ത് അധികാരത്തിൽ എന്ന അർത്ഥത്തിൽ. ഓക്കെ, ഈ മാൻഡമസ് പൊതുസ്ഥാപനം, കീഴ്ക്കോടതി, ട്രിബ്യൂണൽ, സർക്കാർ, കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്കെതിരെ മാൻഡമസ് പുറപ്പെടുവിക്കാം. എന്നാൽ സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനം എന്നിവയ്ക്കെതിരെ സാധിക്കില്ല. ഇന്ത്യൻ രാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവർണർമാർക്കോ എതിരെ സാധിക്കില്ല. സേവന കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ സാധിക്കില്ല.
ഏതെങ്കിലും കരാറിൽ നിന്നുണ്ടാകുന്ന ബാധ്യത നടപ്പിലാക്കാൻ സർക്കാരിനെതിരെ മാൻഡാമസ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കുന്നതിന് മാൻഡാമസ് പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. നിയമാനുസൃതമായിട്ടേ മാൻഡാമസ് പുറപ്പെടുവിക്കാൻ സാധിക്കും. ഇതാണ് റിട്ടുകളെ കുറിച്ചുള്ള ക്ലാസ്. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.